നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം അനിഴം നക്ഷത്രത്തെക്കുറിച്ചാണ്. അനിഴം നക്ഷത്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും വിവാഹ ജീവിതവുമൊക്കെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇത് അനിഴം നക്ഷത്രക്കാരും അനിഴം നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും കണ്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഫലത്തിലേക്ക് കടക്കാം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതഗതിയുടെ പ്രത്യേകത പ്രധാനമായും അതിൻ്റെ അനിശ്ചിതത്വം ആണ് എന്ന് തന്നെ പറയാം. പലവിധ മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളെയൊക്കെ വിജയകരമായിട്ട് നേരിടാനും അതിജീവിക്കാനുമുള്ള ഒരു അസാധാരണ കഴിവ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ആകുല ചിന്തകളൊക്കെ ഇവർക്ക് കൂടുതലായിരിക്കും. ഗൗരവഭാവം എപ്പോഴും മുഖത്ത് നിഴലിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കാര്യവും നിസ്സാരമായി ഇവർ കണക്കാക്കുകയില്ല. നിർബന്ധ ബുദ്ധിയൊക്കെ സ്വല്പം കൂടുതലുള്ള ആളുകളാണ്. ശത്രുക്കളോട് യാതൊരു ക്ഷമയും ഇവർ കാണിക്കാറില്ല. എതിർപ്പുകളെ നേരിടുന്നതിൽ വളരെ കർശനമായിട്ട് ഇവർ അത് നേരിടുക തന്നെ ചെയ്യും. ദയോ വിട്ടുവീഴ്ചയോ ഇവർ മറ്റുള്ളവരോട് കാണിക്കാറില്ല. പക്ഷേ അധ്വാന ഫലം അനുഭവിക്കാനുള്ള ഭാഗ്യം പലപ്പോഴും ഇവർക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. യാദർശികമായിട്ടുള്ള കാരണങ്ങൾ മൂലം മാറിപ്പോകുന്നതാണ്. എന്നാലും നിരാശപ്പെടാതെ തുടർന്നും പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. വ്യവസായം, വ്യാപാരം, കൃഷി തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ഇവർ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവർക്ക് വളരെ മെച്ചപ്പെട്ട ഒരു നിലവാരത്തിലേക്ക് എത്താൻ കഴിയും. ഉയർന്ന നിലവാരമുള്ളവരുടെ സൗഹൃദവും സഹകരണവും ഒക്കെ ഇവർ നേടുന്നതാണ്. ധാരാളം സുഹൃത്തുക്കളൊക്കെ ഇവർക്കുണ്ടാകും. പക്ഷേ ഇടയ്ക്കിടെ സുഹൃത്തുക്കളുമായിട്ട് കലഹിക്കുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് ഈ അനിഴം നക്ഷത്രക്കാരെ. സ്വജനങ്ങളിൽ നിന്ന് പ്രയോജനമൊക്കെ കുറയുന്ന ആളുകളാണ്. ഉറച്ച ഈശ്വര വിശ്വാസിയായിരിക്കും അനിഴം നക്ഷത്രക്കാർ. അപ്പോൾ ചില സന്ദർഭങ്ങളൊക്കെ ഇവർക്ക് അതിജീവിക്കുവാൻ ഈ വിശ്വാസമാണ് ഇവർക്ക് കഴിവ് നൽകുന്നത്. ഇവര് വളരെ കർക്കശം കാണിക്കുമെങ്കിലും മനസ്സ് പൊതുവെ ശുദ്ധമായിട്ടുള്ള ആളുകളായിട്ടാണ് കണ്ടുവരുന്നത്. ആർക്കും ഉപദ്രവം ചെയ്യാതിരിക്കാൻ ഇവര് പ്രത്യേകം ശ്രദ്ധിക്കും. ശുഭാപ്തി വിശ്വാസം കൂടുതലായിരിക്കും ഈ നക്ഷത്രക്കാർക്ക്. പലവിധ പരിവർത്തനങ്ങളും ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രം. ദൂരദേശത്തേക്ക് സഞ്ചാരം ചെയ്യുവാനും ദൂരദേശത്ത് താമസിക്കുവാനും ഒക്കെ ഇവർക്ക് യോഗമുണ്ടാവുന്നതാണ്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയവരുമായിട്ട് അടുപ്പക്കുറവൊക്കെ ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ്. എന്നാൽ ഇവരുടെ കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയും സൽസ്വഭാവിയായിട്ടുള്ള സന്താനങ്ങളും ഒക്കെ ഉണ്ടാവും. സ്വന്തം പരിശ്രമം കൊണ്ട് ധനം നേടുകയും സുഖജീവിതം നയിക്കുകയും ഒക്കെ ഇവര് ചെയ്യുന്നതാണ്. ഇവരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഇവര് ശ്രദ്ധക്കുറവ് കാണിക്കുമെങ്കിലും ആരോഗ്യം പൊതുവെ ഇവരുടേത് മെച്ചമായിട്ടാണ് പോകുന്നത്. ദിനചര്യയിൽ ചിട്ടയോ ക്രമമോ ഒന്നും ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഔഷധം സേവിക്കുക, പഥ്യം ആചരിക്കുക തുടങ്ങിയവയിലും ഇവര് ഉത്സാഹക്കുറവ് കാണിക്കുന്ന ആളുകളാണ് ഈ അനിഴം നക്ഷത്രത്തിൽ പിറന്നവര്. ശ്വാസകോശ രോഗങ്ങള്, ശിരോരോഗങ്ങള്, മൂത്രാശയ രോഗങ്ങള് തുടങ്ങിയ രോഗങ്ങളൊക്കെ ഇവരെ ചെറിയ തോതിൽ ബാധിക്കുന്നതാണ്. പക്ഷേ ഗൗരവമായിട്ടുള്ള ഒരു രോഗപീഠയ്ക്ക് സാധ്യതയില്ല ഈ അനിഴം നക്ഷത്രക്കാർക്ക്. ബാല്യകാലത്തെ ശ്വാസകോശ രോഗങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. 10 വയസ്സിന് ശേഷം 25 വയസ്സ് വരെയുള്ള കാലത്ത് മെച്ചമായിട്ടുള്ള ആരോഗ്യം ഇവർക്ക് അനുഭവപ്പെടും. ഈ കാലത്ത് വിദ്യാഭ്യാസം, തൊഴിൽ ലാഭം തുടങ്ങിയവ നേടുന്നതാണ്. ദൂരദേശത്ത് താമസിക്കാനൊക്കെ സാഹചര്യമുണ്ടാവും. 27 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള കാലത്ത് പെട്ടെന്നുള്ള രോഗപീഠയും മുറിവ് ചതവുകളും അപകടങ്ങളും തുടങ്ങിയവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള ആളുകളുടെ വേർപാടും ഇവർക്ക് ദുഃഖം നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ കാലയളവിൽ 34 വയസ്സ് മുതൽ 54 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ജീവിതത്തിലെ ഏറ്റവും സുവർണമായിട്ടുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ഇവർ സാമ്പത്തികമായിട്ടും മറ്റും ഉന്നതി നേടുന്നത്. ഇവർ എല്ലാം കൊണ്ടും ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. വാഹനം, വിവാഹം, വീട് എന്നിവയൊക്കെ ഈ കാലഘട്ടത്തിൽ ഇവരെ തേടിയെത്തുന്നതാണ്. 54 വയസ്സിന് ശേഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇവർക്ക് കാണുന്നത്. അനിഴം നക്ഷത്രക്കാർക്ക് എടുത്തു പറയുകയാണെങ്കിൽ 34 വയസ്സിന് ശേഷം നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ്.
54 വയസ്സിന് ശേഷം അത് വലിയ താഴ്ചകളൊന്നുമില്ലാതെ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് അനിഴം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.